തിരുവനന്തപുരത്തിന്റെ ഫീൽ എനിക്കറിയാം. തിരുവനന്തപുരത്തിന്റെ സത്ത് എനിക്കറിയാം. അതിന്റെ ഒരു തദ്ദേശീയൻ എന്നുള്ള പരിഗണന പൂർണ്ണമായും എനിക്ക് ലഭിക്കുന്നുണ്ട്. യുവാക്കളോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം പോലും അവഗണിച്ചുകൊണ്ട് പല അംഗീകരിക്കേണ്ട സ്ഥാനങ്ങളിലും അംഗീകരിക്കാതെ അവോയ്ഡ് ചെയ്യുന്നതിന് പ്രതിഷേധിച്ചുകൊണ്ടാണ് രാജിവെച്ചത്. 35 വയസ്സിന് താഴോട്ടുള്ള ചെറുപ്പക്കാരുടെ മാത്രം വോട്ടുകളായിരുന്നു. അവരുടെ കുടുംബത്തിലെ വോട്ടുകൾ മാത്രം സമാഹരിച്ചാൽ 10,000 വോട്ടിന് മുകളിലേക്ക് പിടിക്കുവാൻ സാധിക്കുമെന്നും അത് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കാമെന്നുമായിരുന്നു കരുതിയിരുന്നത്. വാശിയേറിയ പോരാട്ടം നടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം. അവിടെ BJP സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരനെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശശി തരൂരിനെയും എല്ലാം പിന്നിലാക്കുന്ന പ്രചാരണവുമായി നിറയുകയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ഷൈൻലാൽ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ ആ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിനുള്ളിലെ ഉൾപോരിൽ മനമെടുത്ത് അതിലൂടെ നിന്ന് രാജിവെച്ച് സ്വതന്ത്രനായി ജനവിധി തേടുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷൈൻലാലാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ വിജയപ്രതീക്ഷകളെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എങ്ങനെയാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തുന്നത്? കോൺഗ്രസിനകത്തുള്ള യുവാക്കളോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം പോലും അവഗണിച്ചുകൊണ്ട് പല അംഗീകരിക്കേണ്ട സ്ഥാനങ്ങളിലും അംഗീകരിക്കാതെ അവോയ്ഡ് ചെയ്യുന്നതിന് പ്രതിഷേധിച്ചുകൊണ്ടാണ് രാജിവെച്ചത്. പക്ഷേ രാജിക്ക് ശേഷം വിവിധ മേഖലകളിൽ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തിരഞ്ഞെടുപ്പുകളുമായി എന്നോട് സഹകരിച്ചിരുന്ന ചെറുപ്പക്കാരുടെ ഒരു ആഗ്രഹമായിരുന്നു പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ വേണ്ടി സ്ഥാനാർത്ഥിയാവുക. കിട്ടുന്ന എത്ര നിസ്സാര വോട്ടായിരുന്നാലും നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നത്. എത്ര വോട്ട് പിടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിന് ഞാൻ പിടിച്ച വോട്ട് 35 വയസ്സിന് താഴോട്ടുള്ള ചെറുപ്പക്കാരുടെ മാത്രം വോട്ടുകളായിരുന്നു. അവരുടെ കുടുംബത്തിലെ വോട്ടുകൾ മാത്രം സമാഹരിച്ചാൽ 10,000 വോട്ടിന് മുകളിലേക്ക് പിടിക്കുവാൻ സാധിക്കുമെന്നും അത് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കാമെന്നുമായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ ഇപ്പോൾ സ്ഥിതി മാറിയിട്ടുണ്ട്. ചെറുപ്പക്കാരുടെ മാത്രമല്ല, രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ വിവിധ മേഖലകളിൽ നിന്ന് വളരെയധികം സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്ത് മനസ്സ് മടിച്ചിരിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുടെയും ചെറുപ്പക്കാരുടെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും താല്പര്യമില്ലാത്ത ചെറുപ്പക്കാരുടെയും വലിയൊരു നിര എന്നോടൊപ്പം അണിനിരക്കുന്നുണ്ട്. അതെനിക്ക് വലിയ ശുഭപ്രതീക്ഷയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പദത്തിൽ നിന്ന് പെട്ടെന്ന് സ്വതന്ത്രനായി മത്സരിക്കാനുള്ള ഒരു തീരുമാനം എങ്ങനെയാണ്? ഞാൻ പറഞ്ഞല്ലോ, യുവാക്കളോടൊപ്പം കഴിഞ്ഞ 22 വർഷക്കാലമായി ഞാൻ തിരുവനന്തപുരം നഗരത്തിൽ ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കുകയും വിവിധ മേഖലകളിൽ സാധാരണക്കാരോടൊപ്പം മാനസികമായി വളരെയധികം അടുപ്പമുണ്ടായിരുന്ന ആളാണ് ഞാൻ. ഒരു 3000-ഓളം ചെറുപ്പക്കാരെ പേരെടുത്ത് വിളിക്കുവാനും അവരുടെ കുടുംബങ്ങളുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ആളുമാണ് ഞാൻ. അപ്പോൾ എനിക്ക് ലഭിച്ചിരുന്ന ആ പിന്തുണ, അവഗണന എനിക്ക് പാർട്ടിക്കുള്ളിൽ ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരുടെ ശക്തമായ പിന്തുണ തന്നെയാണ് എനിക്ക് അങ്ങനെ സ്വതന്ത്രനായി മത്സരിക്കുവാൻ. ഒരു 15 വർഷക്കാലമായി തിരുവനന്തപുരത്തിന്റെ MP ആണ് ശശി തരൂര്. അപ്പോൾ പാലക്കാടുകാരനായ ശശി തരൂരും തൃശ്ശൂരുകാരനായ രാജീവ് ചന്ദ്രശേഖറും നിറയുമ്പോൾ, കണ്ണൂരുകാരനായ പന്ന്യൻ രവീന്ദ്രനും നിറയുമ്പോൾ ഒരു തദ്ദേശീയനായ ഒരു വ്യക്തി എന്ന നിലയിൽ ഇവിടുത്തെ വോട്ടുകൾ നേടാൻ സാധിക്കുന്ന ഒരു വിശ്വാസം. അതെ, ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ തിരുവനന്തപുരത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉച്ചയ്ക്ക് ശേഷം രാത്രി 2 മണിവരെ ഓട്ടോറിക്ഷ ഓടിച്ച് നടന്ന് എൻ്റെ വിദ്യാഭ്യാസം നടത്തിയിരുന്ന ആളാണ്. വിവിധ മേഖലകളുമായി തിരുവനന്തപുരത്തിൻ്റെ ഫീൽ എനിക്കറിയാം. തിരുവനന്തപുരത്തിന്റെ സത്ത് എനിക്കറിയാം. അതിന്റെ ഒരു തദ്ദേശീയൻ എന്നുള്ള പരിഗണന പൂർണ്ണമായും എനിക്ക് ലഭിക്കുന്നുണ്ട്. കോൺഗ്രസ് വിമതൻ എന്ന നിലയിൽ കോൺഗ്രസ് ഇവിടെ തിരുവനന്തപുരത്തിന്റെ വികസനത്തിൽ കഴിഞ്ഞ ഒരു കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിൽ MP ആയിരുന്ന കാലഘട്ടത്തിൽ യാതൊരു കാര്യവും ചെയ്തിട്ടില്ല എന്നൊരു തോന്നലുണ്ടോ? അദ്ദേഹം ഒരുപാട് വാഗ്ദാനങ്ങൾ മത്സര രംഗത്ത് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്ന വാഗ്ദാനങ്ങൾ മാത്രം പാലിക്കപ്പെട്ടാൽ തന്നെ തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിൽ കോൺഗ്രസും BJPയും തമ്മിൽ പ്രധാന മത്സരം നടക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മൂന്നാമതൊരു ശക്തമായ ഒരു പ്രചാരണവുമായി നിറയുകയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷൈൻലാൽ. എന്തായാലും തിരുവനന്തപുരത്തിന്റെ അന്തിമ വിധിയിലേക്കുള്ള ദൂരം ഇനി ഏകദേശം 3-4 ദിവസം മാത്രമാണ്. അതിനുള്ളിൽ എന്താകും തിരുവനന്തപുരത്തിന്റെ ഒരു പോരാട്ടം, തിരുവനന്തപുരം കാത്തുവെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം.